മാക്സിമം പുതിയ യൂട്യൂബേഴ്സും ചെയ്യുന്ന വളരെ വലിയൊരു തെറ്റാണ് അവരവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ പബ്ലിക്കാക്കി അങ്ങ് വിടും. എന്നിട്ട് അവരിരുന്നുകൊണ്ട് ആലോചിക്കും, ഓ എൻ്റെ വീഡിയോസിന് മാത്രം വ്യൂസ് കിട്ടുന്നില്ല, യൂട്യൂബ് അൽഗോരിതം എൻ്റെ വീഡിയോയെ മാത്രം പുഷ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ എനിക്ക് മാത്രം സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല. ഇതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളതും അവർ തന്നെ ആലോചിച്ച് കൂട്ടുകയും ചെയ്യും. എൻ്റെ വീഡിയോ കൊള്ളില്ലായിരിക്കാം, അതല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്ന എഡിറ്റിംഗ് നന്നായിട്ടുണ്ടാവില്ല, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, അതല്ലെങ്കിൽ എൻ്റെ ഈ തംബ്നെയിൽ അത് അട്രാക്റ്റീവ് അല്ല, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അവരിതിനെ ക്ലിക്ക് ചെയ്ത് കാണുന്നില്ല. ഇങ്ങനെ പല കാരണങ്ങളും അവർ തന്നെ ആലോചിച്ച് കൂട്ടുകയും ചെയ്യും. പക്ഷേ ശരിക്കുള്ള കാരണം എന്താണ്? അതായത് നിങ്ങളിൽ പലരും മറന്നു പോകുന്ന ഒരു ചെറിയ സെറ്റിങ്സ്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു സെറ്റിങ്സ്, അത് നിങ്ങളിവിടെ വിട്ടുപോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതം എന്ന് പറയുന്നത് ഒരു മെഷീനെ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ എല്ലാ വീഡിയോസിനെയും ടെസ്റ്റ് ചെയ്യും. അതായത് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ ഈ വീഡിയോയെ ചുരുക്കം കുറച്ച് ഓഡിയൻസിലേക്ക് അയക്കും. പക്ഷേ നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പബ്ലിക് ആക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഈ വീഡിയോയുടെ ടൈറ്റിൽ, തംബ്നെയിൽ, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ ടാഗ്സ്, ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പർലി റീഡ് ചെയ്യാനോ അനലൈസ് ചെയ്യാനോ ഉള്ള സമയം യൂട്യൂബ് അൽഗോരിതത്തിന് കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ വീഡിയോ അയക്കുന്നത് തെറ്റായ ഓഡിയൻസിലേക്കായിരിക്കും. നിങ്ങളുടെ വീഡിയോയുടെ ആവശ്യക്കാരായിരിക്കത്തില്ല ഈ ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓഡിയൻസ് നിങ്ങളുടെ വീഡിയോ ഇഗ്നോർ ചെയ്യും, അവർ നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുകയേയില്ല. അങ്ങനെ വരുമ്പോൾ ഈ വീഡിയോയുടെ പുറകിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കഷ്ടപ്പാടുകളും വെറുതെ ആയി പോകും. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ത്രൂ റേറ്റ് കിട്ടുന്നില്ല, ഓഡിയൻസ് റിട്ടൻഷൻ കിട്ടുന്നില്ല, വാച്ച് അവറും കിട്ടുന്നില്ല. നിങ്ങളുടെ ഈ വീഡിയോ ഇവിടെ തന്നെ സ്റ്റക്കായി പോകും. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു സെറ്റിങ്സ് ഏതാണ്, ശരിയായ രീതി ഏതാണ്, ഇതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഇതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയെ യൂട്യൂബ് അൽഗോരിതത്തിന് വേണ്ടി പ്രോപ്പർലി റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ യൂട്യൂബ് അൽഗോരിതത്തിന് ഇവിടെ ഇനഫ് ടൈം കിട്ടും നിങ്ങളുടെ വീഡിയോ സ്റ്റഡി ചെയ്യാൻ, നിങ്ങളുടെ വീഡിയോ അനലൈസ് ചെയ്യാൻ. അപ്പോൾ യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ വീഡിയോ തെറ്റായ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നതിന് പകരം കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്കായിരിക്കും എത്തിക്കുന്നത്. അവിടെ നിങ്ങളുടെ വീഡിയോ നല്ലതാണെങ്കിൽ നിങ്ങളുടെ ടൈറ്റിലും തംബ്നെയിലും ഡിസ്ക്രിപ്ഷനും എല്ലാ കാര്യങ്ങളും റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് അൽഗോരിതം കൊണ്ടുപോവുകയും ചെയ്യും. നിങ്ങളുടെ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസും കിട്ടും, സബ്സ്ക്രൈബേഴ്സും കിട്ടും, അതുപോലെ വാച്ച് അവറും കിട്ടും. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. മിക്ക പുതിയ യൂട്യൂബേഴ്സും ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവർ വളരെ നല്ല ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യും, അതിനെ വളരെ നന്നായിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് ആ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് അതിനെ ഉടൻ തന്നെ അവർക്ക് പബ്ലിക്കാക്കി അങ്ങ് വിടണം. എന്നിട്ട് ആ വീഡിയോ ഒരുപാട് ആളുകൾ കണ്ട് അതിൽ നിന്ന് ഇങ്ങനെ വ്യൂസ് കയറി വരുന്നത് അത് കാണാൻ അവർക്കൊരു സുഖമാണ്, അവർക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. അവർക്ക് ഇവിടെ ഒരു വെപ്രാളമാണ്, അവരുടെ വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണം, പെട്ടെന്ന് ഒരുപാട് ആളുകൾ കാണണം, എന്നിട്ട് 200, 300, 400, 500 ഇങ്ങനെ വ്യൂസ് കയറി വരുന്നത് അത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ഇത് പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇവർ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആണെങ്കിൽ യൂട്യൂബ് നമ്മുടെ വീഡിയോയെ തന്നെ റീഡ് ചെയ്യും. ആ വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഏത് രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്, ഈ കാര്യങ്ങളെല്ലാം യൂട്യൂബ് ചെക്ക് ചെയ്യും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ വീഡിയോയുടെ ടൈറ്റിൽ, തംബ്നെയിൽ, ഡിസ്ക്രിപ്ഷൻ, ടാഗ്സ്, ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് യൂട്യൂബ് അൽഗോരിതം കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് നമ്മളുടെ ഈ വീഡിയോയെ അയക്കുന്നത്. പക്ഷേ ഇവിടെ ഇവർ ഈ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ പബ്ലിക് ആക്കുന്നത് കൊണ്ട് യൂട്യൂബ് അൽഗോരിതത്തിന് ഇവിടെ ഇനഫ് ടൈം കിട്ടത്തില്ല നമ്മുടെ ഈ വീഡിയോ റീഡ് ചെയ്യാനോ നമ്മുടെ ഈ വീഡിയോയുടെ ടൈറ്റിലും തംബ്നെയിലും ഡിസ്ക്രിപ്ഷൻ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനോ ഉള്ള പ്രോപ്പർ ടൈമിംഗ് ഈ യൂട്യൂബ് അൽഗോരിതത്തിന് കിട്ടിയില്ലെന്ന് വരും. അങ്ങനെ വരുമ്പോൾ യൂട്യൂബ് അൽഗോരിതം ഏതെങ്കിലും ഓഡിയൻസിലേക്ക് റാൻഡമായിട്ട് നമ്മുടെ വീഡിയോ അങ്ങ് അയക്കുകയാണ് ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ നമ്മുടെ ആവശ്യക്കാരിലേക്കായിരിക്കത്തില്ല ഈ വീഡിയോ പോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ കൂടുതൽ ആളുകളും നമ്മുടെ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തില്ലെന്ന് വരാം. അഥവാ ആരെങ്കിലും ക്ലിക്ക് ചെയ്താലും ശരി, അവർ ആ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും, ഓ ഇത് നമുക്കുള്ള വീഡിയോ അല്ല. അപ്പോൾ അവർ നമ്മുടെ ഈ വീഡിയോയെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് കളയും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കൂടുതൽ ആളുകളും ക്ലിക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ക്ലിക്ക് ത്രൂ റേറ്റ് ഇവിടെ കുറഞ്ഞു പോവുകയാണ്. അതുപോലെ ക്ലിക്ക് ചെയ്ത് കാണുന്നവരോ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് കളയുന്നുമുണ്ട്. അപ്പോൾ ഓഡിയൻസ് റിട്ടൻഷനും കുറഞ്ഞു പോവുകയാണ്, വാച്ച് അവറും ഇവിടെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇവിടെ തന്നെ അങ്ങ് സ്റ്റക്കായി പോകും. ഇങ്ങനെ നിങ്ങൾ മിക്ക വീഡിയോസിലും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന മിക്ക വീഡിയോസും ഇതേപോലെ 200 അല്ലെങ്കിൽ 300 വ്യൂസിനുള്ളിൽ തന്നെ അങ്ങ് ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ തന്നെ ഇവിടെ സ്ലോ ആയി പോവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനെ ഡയറക്റ്റ്ലി പബ്ലിക് ആക്കരുത് എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അവിടെ യൂട്യൂബ് നിങ്ങൾക്ക് വിസിബിലിറ്റി ഓപ്ഷൻസ് തരുന്നുണ്ട്. അതിൽ പ്രൈവറ്റ്, അൺലിസ്റ്റഡ്, പബ്ലിക്, ഷെഡ്യൂള് ഇങ്ങനെ 4 ഓപ്ഷൻസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പബ്ലിക്കിനും ഷെഡ്യൂളിനും ഒപ്പം സെറ്റ് ആസ് പ്രീമിയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും തരുന്നുണ്ട്. ഇനി ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റ്. നിങ്ങളൊരു വീഡിയോ പ്രൈവറ്റാക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അതിനോടൊപ്പം വേറെ ആരെങ്കിലും കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇമെയിൽ ഇൻവിറ്റേഷനിലൂടെ കാണിച്ചു കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ അൺലിസ്റ്റഡ്. നിങ്ങളൊരു വീഡിയോ അൺലിസ്റ്റഡ് ആക്കി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കാണാം. അതുപോലെ നിങ്ങൾക്ക് വേറെ ആർക്കൊക്കെ കാണിച്ചു കൊടുക്കണോ അവർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആർക്കൊക്കെ ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുന്നോ അവർക്കെല്ലാവർക്കും ഈ അൺലിസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണാവുന്നതാണ്. ഇനി അടുത്തതാണ് പബ്ലിക്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇവിടെ പബ്ലിക്കിൽ സെലക്ട് ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ ഇത് നേരെ പബ്ലിക്കിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അതായത് നേരെ ഇത് ലൈവായി അങ്ങ് പോവുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ കാണാനും പറ്റും. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തെറ്റ് കാണിക്കുന്നത്. ഇനി അടുത്തത് ഷെഡ്യൂൾ. അതായത് നിങ്ങൾ ഇന്ന് ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നു, എന്നിട്ട് ഷെഡ്യൂളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നു. നാളത്തെയോ മറ്റന്നാളത്തെയോ 2-3 ദിവസം കഴിഞ്ഞിട്ടോ ഉള്ള ഒരു ഡേറ്റ് സെറ്റ് ചെയ്ത് അതിനോടൊപ്പം ഒരു ടൈമിംഗ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കൊടുത്തിട്ടുള്ള ഡേറ്റിൽ ആ പർട്ടിക്കുലർ ടൈമിങ്ങിൽ ഈ വീഡിയോ ഓട്ടോമാറ്റിക്കലി പബ്ലിക്കിലേക്ക് അങ്ങ് പൊക്കോളും. നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഇവിടെ. ഇനി നിങ്ങൾ കാര്യങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് 2 രീതിയിൽ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഒന്നാമത്തേത്, നിങ്ങൾ ഈ വീഡിയോയെ അപ്ലോഡ് ചെയ്തിട്ട് ഒന്നെങ്കിൽ അതിനെ പ്രൈവറ്റ് അതല്ലെങ്കിൽ അൺലിസ്റ്റഡിൽ വെച്ച് നിങ്ങൾ ഇതിനെ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം എന്നാണോ ഈ വീഡിയോയെ നിങ്ങൾക്ക് പബ്ലിക്കാക്കി കൊടുക്കേണ്ടത്, അത് 1 ദിവസമോ 2 ദിവസമോ 3-4 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലോ എന്നാണോ ഇതിനെ പബ്ലിക്കാക്കേണ്ടത്, അതുപോലെ ഏത് സമയത്താണ് ഇതിനെ പബ്ലിക്കാക്കേണ്ടത്, ആ പർട്ടിക്കുലർ ടൈമിങ്ങിൽ വീണ്ടും നിങ്ങൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇതിനെ നിങ്ങൾ പബ്ലിക്കാക്കി സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ ആ ഒരു സമയത്ത് തന്നെ പബ്ലിക്കിലേക്ക് അങ്ങ് പൊക്കോളും. അതുപോലെ തന്നെ ഈ ഒരു സമയമാകുമ്പോഴേക്കും യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ ഈ വീഡിയോയെ കംപ്ലീറ്റ്ലി സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരിക്കും, അനലൈസും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് തന്നെ ആയിരിക്കും നിങ്ങളുടെ ഈ വീഡിയോ പോകുന്നത്. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നം വരുന്നത്, ഈ പർട്ടിക്കുലർ ഡേറ്റിൽ ഈ പർട്ടിക്കുലർ ടൈമിങ്ങിൽ നിങ്ങളിതിനെ വീണ്ടും എഡിറ്റ് ചെയ്ത് നിങ്ങൾക്കിതിനെ പബ്ലിക്കാക്കി കൊടുക്കേണ്ടതാണ്. ഇത് ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയെന്ന് വരാം, അതല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ബിസിയായെന്ന് വരാം, നിങ്ങൾക്കിവിടെ അബദ്ധം പറ്റിപ്പോയെന്ന് വരാം, നിങ്ങൾക്കിതിനെ പബ്ലിക്കാക്കി കൊടുക്കാൻ പറ്റിയില്ലെന്ന് വരാം. ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത്, വീഡിയോയെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അതായത് നിങ്ങൾ ഈ വീഡിയോയെ ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് പിന്നീട് എപ്പോഴാണോ ഏത് ദിവസത്താണോ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമോ കഴിഞ്ഞിട്ടുള്ള ഏത് ഡേറ്റാണോ കൊടുക്കേണ്ടത് ആ ഡേറ്റ് കൊടുത്ത്, അതുപോലെ എപ്പോഴാണോ ഇത് പോകേണ്ടത് ആ ഒരു സമയവും നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്ത് ഇതിനെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ഡേറ്റിൽ ഈ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ യൂട്യൂബ് അൽഗോരിതം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ വീഡിയോയെ പബ്ലിക്കിലേക്ക് അങ്ങ് അയച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഓർത്ത് വെക്കേണ്ട ഒരു ആവശ്യമില്ല, ഇത് മറന്നു പോകുമെന്നുള്ളൊരു പേടിയും വേണ്ട, നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുമാത്രമല്ല, ഈ ഒരു ടൈമിംഗ് ആകുമ്പോഴേക്കും യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ ഈ വീഡിയോ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരിക്കും, കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് തന്നെയായിരിക്കും യൂട്യൂബ് അൽഗോരിതം നിങ്ങളുടെ ഈ വീഡിയോ അയക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെയും നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് നിങ്ങൾ വീഡിയോസ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ഡേറ്റ് കൊടുക്കുന്നുണ്ട്, അത് ഓക്കെ. പക്ഷേ അവിടെ ഒരു സമയം കൂടി കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നിങ്ങളുടെ ചാനലിൽ നിങ്ങളുടെ വീഡിയോസ് കാണുന്ന ഓഡിയൻസ് കൂടുതൽ ആളുകളും യൂട്യൂബിൽ എപ്പോഴാണ് ആക്റ്റീവായിരിക്കുന്നത്, എപ്പോഴാണ് അവരെ ഏത് സമയത്താണ് വീഡിയോസ് കാണുന്നത്, ഈ ഒരു സമയം കണ്ടുപിടിച്ച് ഈ ഒരു സമയം വേണം നിങ്ങൾ ഈ വീഡിയോ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ അവിടെ കൊടുക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ ഒരു 11 മണിക്കുള്ളിലുള്ള ഒരു സമയം കൊടുക്കാവുന്നതാണ്, അതല്ലെങ്കിൽ വൈകിട്ട് 5-നും 8-നും ഇടയിലുള്ള ഒരു സമയം കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് കൂടുതൽ ആളുകളും എപ്പോഴാണ് യൂട്യൂബിൽ വീഡിയോസ് കാണുന്നത്, ഈ ഒരു സമയം എങ്ങനെ കണ്ടുപിടിക്കാം,
ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കാണാത്തവർ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചാനലിലെ ഓഡിയൻസ് ഏത് സമയത്താണ് കൂടുതൽ ആളുകളും ഈ യൂട്യൂബിലെ വീഡിയോസ് കാണുന്നത്, ആ ഒരു ടൈമിംഗ് കണ്ടുപിടിച്ച് ആ ഒരു ടൈമിങ്ങിന് വേണം നിങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോസ് ഷെഡ്യൂൾ ചെയ്യാൻ. ഇനി അടുത്തത്, നമ്മൾ വീഡിയോ പബ്ലിക് ആക്കുമ്പോഴും അതുപോലെ ഷെഡ്യൂൾ ചെയ്യുമ്പോഴും അവിടെ കാണിക്കുന്ന ഒരു ഓപ്ഷനാണ് പ്രീമിയർ എന്ന് പറയുന്നത്. ഇത് ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കൺഫ്യൂസ് ആക്കുന്ന ഒരു സംഭവമാണ്. ഇതിനെ ക്ലിക്ക് ചെയ്യണോ വേണ്ടയോ? പ്രീമിയറായിട്ട് നമ്മുടെ വീഡിയോ ആളുകളിലേക്ക് പോകും. ആളുകൾ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കും. 3, 2, 1, 0 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ പ്രീമിയറായിട്ട് പോകും. ശരിക്കും പറഞ്ഞാൽ ഇത് എല്ലാ ക്രിയേറ്റേഴ്സിനും വേണ്ടിയുള്ള ഒരു സംഭവമേ അല്ല. നമ്മളൊരു വീഡിയോ പ്രീമിയറിൽ ക്ലിക്ക് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈവ് ആകുന്നതിന് മുമ്പ് തന്നെ, അതായത് നമ്മുടെ ഈ വീഡിയോ പബ്ലിക് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ പോസ്റ്റർ യൂട്യൂബ് നമ്മുടെ ഓഡിയൻസിനെ കാണിക്കും. ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ ഒരു വീഡിയോ പ്രീമിയർ ആകുന്നതാണ്. ഓഡിയൻസിന് വേണമെങ്കിൽ അതിലൊരു റിമൈൻഡർ സെറ്റ് ചെയ്ത് വെക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വലിയ കാര്യമാണെങ്കിൽ ഈ പ്രീമിയർ ആകുന്നതിനോടൊപ്പം ഈ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഈ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ ലൈവ് ചാറ്റ് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഡെയിലി വീഡിയോസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനേ അല്ല. ഈ ഒരു ഓപ്ഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വലിയ വലിയ മ്യൂസിക് കമ്പനികൾ പുതിയൊരു മ്യൂസിക് ലോഞ്ച് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ഈ പുതിയ മൂവിയുടെ ഈ ട്രെയിലേഴ്സ് ലോഞ്ച് ചെയ്യുമ്പോൾ, അതുമല്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, എപ്പിസോഡുകളായിട്ട് ചെയ്യുന്നവർ. അപ്പോൾ അവരൊരു പുതിയ എപ്പിസോഡ് ലോഞ്ച് ചെയ്യുമ്പോൾ അവരൊക്കെയാണ് ഈ പ്രീമിയർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് അവരുടെ ഓരോ എപ്പിസോഡ് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ എപ്പിസോഡ് കാണാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കിതിനെ പ്രീമിയർ തൊട്ട് തന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് ഈ പ്രീമിയർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതല്ലാതെ നമ്മളെപ്പോലെ ഈ ഡെയിലി വീഡിയോസ് ചെയ്യുന്നവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനേ അല്ല ഈ പ്രീമിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രീമിയറിനെ കുറിച്ച് ഡൗട്ടുകളുള്ളവർ ഇതോടെ ക്ലിയർ ആക്കിയേക്കുക. ഇതാണ് പ്രീമിയർ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വീഡിയോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡയറക്റ്റ്ലി പബ്ലിക് ആക്കരുത്. യൂട്യൂബ് അൽഗോരിതത്തിന് നിങ്ങളുടെ വീഡിയോ സ്റ്റഡി ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് നിങ്ങളുടെ വീഡിയോയെ യൂട്യൂബ് എത്തിക്കുകയുള്ളൂ. അതുപോലെ തന്നെ യൂട്യൂബ് തന്നെ ഇവിടെ പറയാറുണ്ട്, നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ അതിനെ പബ്ലിക് ആക്കരുത്. അതിനും 2 കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡിങ് സെറ്റിങ്സിൽ എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഈ വീഡിയോയിൽ എന്തെങ്കിലും വയലേഷൻസ് ഉണ്ടെങ്കിൽ ഇത് അപ്ലോഡ് ചെയ്താൽ ഉടൻ തന്നെ പബ്ലിക്കാക്കിയാൽ ആ വയലേഷനോടൊപ്പം തന്നെ നിങ്ങളുടെ വീഡിയോ പബ്ലിക്കിലേക്ക് അങ്ങ് പോകും. അങ്ങനെ നിങ്ങൾ ഈ പബ്ലിക്കാക്കി കൊടുക്കാതിരുന്നാൽ ആ വയലേഷൻസ് വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള സമയം കിട്ടും, അതിന് കറക്ഷൻസ് ചെയ്യാനുള്ള സമയവും കിട്ടും. അപ്പോൾ ഈ പല കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനെ പബ്ലിക് ആക്കരുത് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.